എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന് വേണ്ടിയുള്ള എൻ്റെ പകൽക്കിനാവുകൾ. എൻ്റെ ആദ്യ ആശയം കോഴിക്കോട് നിന്ന് തുടങ്ങിയ ഒരാലോചനയാണ്. എൻ്റെ യാത്രകളിൽ ഒരിക്കൽ ഞാൻ ബേപ്പൂർ പോയി. അവിടെ ഉരു നിർമ്മാണശാല കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകളോ യാത്രാ നിർദ്ദേശങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടി നമ്മൾ ആ ഒരു പ്രദേശം കണ്ടുപിടിച്ചു. അവിടെ പോയി ആ ഒരു നിർമ്മാണശാല കണ്ടു. അവിടെ ആ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നവരോട് സംസാരിച്ചു. അതിൻ്റെ അകമൊക്കെ കയറി കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഒരു നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ വളരെ ചുരുക്കം പേരാണ്. അതിൽ കൃത്യമായ സ്കില്ലുള്ള അല്ലെങ്കിൽ നൈപുണ്യം നേടിയവർ വളരെ ചുരുക്കമേ ഉള്ളൂ. പിന്നെ അവരുടെ ഈ ഒരു തൊഴിൽ നിലനിൽക്കുന്നത് തന്നെ പ്രധാനമായും അറേബ്യൻ കൺട്രീസിൽ നിന്നോ അതല്ലെങ്കിൽ പ്രധാനമായും ദുബായിൽ നിന്ന് വരുന്ന ചില ഓർഡറുകളുടെ പുറത്ത് മാത്രമാണ്. കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ഉള്ള മറ്റ് ഓർഡറുകളൊന്നും തന്നെ അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ തൊഴിൽ എന്ന് പറയുന്നത് വളരെ ദയനീയമായ രീതിയിലാണ് നിലനിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. എന്നാൽ അതേസമയം അതിലുള്ള ഗുരു അല്ലെങ്കിൽ അവരുടെ ആശാൻ എന്ന് പറയുന്ന ഈ വ്യക്തികൾ അവരുടെ അറിവിനെ പകർന്നു കൊടുക്കാനായിട്ട് വളരെ താല്പര്യം കാണിക്കുന്നവരുമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എനിക്ക് തോന്നിയ ചില ആശയങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, വളരെ ചുരുക്കം പേരാണ് ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സ്കിൽ ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇല്ലാണ്ടായേക്കാം. എന്നാൽ കേരളത്തിൻ്റെ മാത്രം ഒരു അറിവെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഏകദേശം 2000 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു സ്കിൽ പല രാജ്യത്തിൻ്റെ പല ഭാഗത്തും അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നത് തന്നെയാണ്. പക്ഷേ അതിൽ പ്രാദേശികമായിട്ടുള്ള ചില രൂപാന്തരങ്ങൾ ഇതിന് സംഭവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ചില ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ നമ്മളുടേതായി മാത്രം കണ്ടെന്ന് വരാം. അപ്പോൾ ഇന്ന് അവരത് പഠിപ്പിക്കുവാനായിട്ട് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുവാൻ വില്ലിങ് ആയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ എൻജിനീയറിംഗ് സ്റ്റുഡൻസിന് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ, വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ പ്രോജക്ട്സുകൾ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അവർക്കതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരു അവസരം കൊടുക്കുക. കാരണം ഇത് അടിസ്ഥാനപരമായിട്ടൊരു നിർമ്മാണ പ്രക്രിയയാണ്. അതിൽ ചില ടെക്നിക്സുകളാണ്, മാത്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുവാനായിട്ട് താല്പര്യമുള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും അവസരം കൊടുക്കുക. അങ്ങനെ ഒരു ഇൻറ്റഗ്രേഷൻ അതിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഇങ്ങനെ എഡ്യൂക്കേഷൻ ഒരു ഇൻഡസ്ട്രി ഒരു ഇൻറ്റഗ്രേഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷേ താല്പര്യമുള്ള കുട്ടികൾ അതിലേക്ക് പുതിയ ആശയങ്ങളും സമീപനങ്ങളും കൊണ്ടുവന്നേക്കാം. അത് ഈ മേഖലയെ സഹായിച്ചേക്കാം. രണ്ടാമതായി, വളരെ അടുത്ത കാലത്ത് കണ്ട ഒരു വാർത്തയാണ്, കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ ബേപ്പൂരിൽ നിന്ന് ദുബായിക്ക് ക്രൂസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കണ്ടിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ ജലഗതാഗതത്തിനും അതുപോലെ പല തരത്തിലുള്ള ഉപയോഗത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് ബോട്ടുകളൊക്കെയും പുറമേ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ളവയാണ്. എന്തുകൊണ്ട് നമ്മളുടെ സംസ്ഥാനം തന്നെ ഒരു ആയി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചെറിയതും വലുതുമായിട്ടുള്ള ബോട്ടുകൾ ഗതാഗതത്തിനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ക്രൂയിസിലേക്കോ ഒക്കെ ആയിട്ട് എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ടാണ് നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല? ഒരുപക്ഷെ നമ്മളുടെ സ്റ്റേറ്റ് തന്നെ ഇൻസൈഡ് ദ സ്റ്റേറ്റ് പല രൂപത്തിൽ ഇതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും അതിൻ്റെ നിർമ്മാണം ഓർഡറുകൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നോ ഒരുപക്ഷെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നോ ഒക്കെ വരാനുള്ള സാധ്യതകളില്ലേ? അതെന്തുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല? പിന്നെ ഒരു ആലോചന, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ സ്റ്റേറ്റിൽ തന്നെ ഒരുപാട് സമ്പന്നരായിട്ടുള്ള വ്യവസായികളുണ്ട്, വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് കൊണ്ടുവരാനും ഒരുപക്ഷെ പലതരത്തിലുള്ള ക്രൂസുകൾ ഇറക്കാനും കോഴിക്കോട് നിന്ന് ദുബായ് വരെ മനോഹരമായ ഒരു ഉരുവിൽ പോകുന്ന ഒരു യാത്ര നമുക്കൊക്കെയും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിച്ചാൽ അത് എന്തുമാത്രം മനോഹരമായിരിക്കും. ഒരു ഉരുവിൻ്റെ നിർമ്മാണ ചെലവ് ഏകദേശം 1-2 കോടിക്ക് ഇടയിലാണ്. അതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ പൂർത്തീകരിച്ച് വരുമ്പോഴേക്കും അത് 5-6 കോടിയോളം പോയേക്കാം. അതൊക്കെയും ഓരോ വ്യക്തികളുടെ അല്ലെങ്കിൽ അവരുടെ നിർമ്മാണം ഓർഡർ കൊടുക്കുന്നവരുടെ അഭിരുചിക്കനുസരിച്ച് മാറി മറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഇടപെടലുകൾ വരികയാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ സൈഡിൽ നിന്നും വ്യവസായികളുടെ സൈഡിൽ നിന്നും അതുപോലെ പഠനത്തിനായി ഇത് ഉപയോഗിക്കുകയുമാണെങ്കിൽ ഈ ഒരു അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രഡീഷണൽ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഒരുപക്ഷെ നമുക്ക് വീണ്ടും റിവൈവ് ചെയ്ത് നിലനിർത്താനായിട്ട് സാധിക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം.
എൻ്റെ ഒരു ആശയവും. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, ട്രഡീഷണൽ ഈ ക്രാഫ്റ്റ്സ്മാൻഷിപ്പിനെ കൺസേർവ് ചെയ്യുക. 2, ടൂറിസം അതുപോലെ തന്നെ ജലഗതാഗതം ഈ മേഖലകളിലേക്ക് ഇതിനെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുക. 3, ഇതൊരു പഠന വിഷയമാക്കി മാറ്റുകയും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുകയും ഒരുപക്ഷെ കൂടുതൽ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള, താല്പര്യമുള്ളവർക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട്, ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരാൻ ഇടയുള്ള ഒന്നായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ മേഖലയെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇതാണ് ഉരുവിനെ സംബന്ധിച്ചുള്ള എൻ്റെ ചില ആശയങ്ങൾ. നിങ്ങൾക്കുള്ള ആശയങ്ങളും പങ്കുവയ്ക്കുക. താങ്ക് യു. നന്ദി.